ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ശക്തി പ്രാപിച്ചു വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സൗദി അറേബ്യയുടെ റസ് തെന്നൂറ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള അറാംകോയുടെ എണ്ണ റിഫൈനറിയാണ്. ഇവിടെ ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ സൗദി അറേബ്യ ഈ റിഫൈനറി പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ഈ ഡ്രോൺ ആക്രമണത്തിന് സൗദി അറേബ്യക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശി പറഞ്ഞത്, ഇനിയും ഇറാൻ സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ സൈനികമായി ഇറാനെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് നിൽക്കേണ്ടതില്ല. ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടികൾ അതിലേറെ ഗുരുതരമായി വരും എന്ന രൂപത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ചെങ്കടലിലൂടെയും വലിയ കപ്പൽ കമ്പനികളൊന്നും കപ്പൽ ചരക്ക് നീക്കങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് റഷ്യയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് ഇപ്പോൾ ശക്തമായ വില കൂടുന്നു. കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ തടസ്സപ്പെടുന്നതോടുകൂടെ റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് വലിയ രൂപത്തിലുള്ള ഡിമാൻഡ് വരികയാണ്. ഈ യുദ്ധത്തിലൂടെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുന്നത് റഷ്യക്കാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കും അതുപോലെ യൂറോപ്പിനും ഒരുപക്ഷെ അതൊരു വലിയ ഭീഷണിയാകും. ഇത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് വിലയിരുത്തുകയാണ്. തിരിച്ചടിയിൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് രണ്ട് പ്രഹരങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, അവരുടെ സഖ്യരാഷ്ട്രങ്ങളായ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയുടെ താവളങ്ങളും സാമ്പത്തിക സോഴ്സുകളും അടിച്ച് തകർക്കുന്നു. അതോടൊപ്പം ശത്രു രാഷ്ട്രമായ റഷ്യ ഇതിലൂടെ ലാഭം കൊയ്തെടുക്കുന്നു. ഇങ്ങനെയുള്ള വലിയ മാരകമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് ഈ ആക്രമണത്തിൽ വലിയ വില നൽകേണ്ടി വരുമെന്നതിൽ സംശയമില്ല. അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ വെറുതെ വിടാനുള്ള സാധ്യതയില്ല. വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്നാൽ അത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇറാനെതിരെ ശക്തമായ വാണിംഗ് GCC രാഷ്ട്രങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്നതാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം എന്തായിരിക്കും?